നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപക്കറകളെ കഴുകിക്കളയാൻ ഉതകുന്ന പാപ പരിഹാര മാർഗങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. അൽഹംദുലില്ലാഹ്. നമുക്ക് ഡ്യൂട്ടി എന്താ? അതൊന്ന് പെറുക്കിയെടുത്ത് പഠിച്ചു വെക്കുക, ജീവിതത്തിൽ ഇത് കൊണ്ടു നടക്കുക. അതുപോലെ സഹോദരങ്ങളെ, അത് കാരണം നമ്മുടെ ജീവിതത്തിൽ അറിയാതെ കയറിക്കൊണ്ടിരിക്കുന്ന പാപങ്ങൾ നാളെ അവിടെ എത്തുമ്പോൾ എല്ലാം പൊറുക്കപ്പെട്ട അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഈ പറയപ്പെടുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ, ഒന്നാമതായി കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നല്ല അഖീദ വേണമെന്നാണ്. എന്താ നല്ല അഖീദ എന്ന് പറഞ്ഞാൽ? നല്ല വിശ്വാസം ശരിയാകണം, തൗഹീദ് ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമായിരിക്കും അവന്റെ മനസ്സിൽ. ഒരാഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രയാസങ്ങളെ തടുക്കാനൊക്കെ അവന്റെ മനസ്സിൽ അവലംബം റഹ്മാനായ റബ്ബായിരിക്കണം. വിശ്വാസം ശരിപ്പെടുത്തുകയും സൽക്കർമ്മങ്ങൾ ധാരാളമായി കൊണ്ടു നടക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവന്റെ ജീവിതത്തിൽ അറിയാതെ വന്നു പോയ പാപങ്ങളെ റഹ്മാനായ റബ്ബ് ഒഴിവാക്കി തരുമെന്ന് അവിടുന്ന് തന്നെ നമ്മൾ പഠിപ്പിക്കണം. വല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത് ലനുകഫിറന്ന അൻഹും സയ്യിആതിഹിം. ആരാണോ വിശ്വാസം ഓക്കെയാക്കിയത്, സൽക്കർമ്മങ്ങൾ നിർബന്ധമായതും ഐച്ഛികവുമായ എന്തെല്ലാം നന്മകൾ ഒരു താനിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തനിക്ക് ചെയ്തു കൂട്ടാൻ പറ്റുമോ ആ നന്മകളെല്ലാം പരമാവധി ചെയ്യാൻ വേണ്ടി ബോധപൂർവമായി പരിശ്രമിക്കുന്നവൻ ആരാണോ, നുകഫിറു അൻകും സയ്യിആതിഹിം, അവരുടെ പാപങ്ങൾ റഹ്മാനായ റബ്ബ് പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ? തഖ്വയാണ് സുഹൃത്തുക്കളെ. എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രഹസ്യ ജീവിതത്തിൽ ഭയപ്പെട്ട് ജീവിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് തൃപ്തിയുള്ളത് മാത്രം പറയുന്ന, അല്ലാഹുക്ക് തൃപ്തിയുള്ളത് മാത്രം കാണുന്ന, രഹസ്യ ജീവിതത്തിലും അല്ലാഹുവിന്റെ ഇഷ്ടാനുഷ്ഠാനങ്ങൾക്ക് മുഖവില കൊടുത്തുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ആൾ. അങ്ങനെയുള്ള ഒരാൾ സ്വാഭാവികമായിട്ട് എന്താകും? വലിയ പാപങ്ങൾ ചെയ്യൂല. സ്വാഭാവികമായി കൂടെ അവൻ അറിയാതെ വന്നു പോകുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന റഹ്മാനായ റബ്ബ് തന്നെ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യുകഫർ അൻഹു സയ്യിആതിഹി, അവന്റെ മുഴുവൻ അവന്റെ ചെറിയ പാപങ്ങൾ റഹ്മാനായ റബ്ബ് പുറത്തു കൊടുക്കുമെന്നാണ്. വയുഅലിം ലഹു അജ്റാ, അവൻ ചെയ്തു വെക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അല്ലാഹു ഇരട്ടിയായി കൊണ്ട് നന്മകൾ രേഖപ്പെടുത്തി കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് രഹസ്യ ജീവിതം ഏറ്റവും റാഹത്തായ ലൈഫായിരിക്കണം. പുറമേക്ക് കാണുന്നതിനേക്കാൾ ഉഷാറായ എല്ലാ ഒരു ജീവിത വിശുദ്ധി നമുക്ക് ഉണ്ടാകണം. സാമ്പത്തിക രംഗത്ത്, ലൈംഗിക രംഗത്ത് ഒക്കെയുള്ള വിശുദ്ധി നാം കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ അൽഹംദുലില്ലാഹ് നമ്മുടെ ചെറു ദോഷങ്ങളെ റഹ്മാനായ റബ്ബ് പുറത്തു തരുമെന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ക്ഷമിക്കാൻ കഴിയണമെന്നാണ്. ക്ഷമിക്കാൻ കഴിയണമെന്നാണ് റഹ്മാനായ റബ്ബ് പറയാ, അല്ലാഹുവിന്റെ റസൂൽ പറയാ, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ, ഒരു മുസ്ലിമിനെ ഒരു ക്ഷീണമോ ഒരു രോഗമോ അവനെ ബാധിക്കുന്നില്ല. എന്താ അങ്ങനെ ഇരിക്കണം? ഒന്നുമില്ല, മുത് ഭയങ്കര വെരിച്ചാകാണ്. എന്താ ഒരു ക്ഷീണം? നല്ല ക്ഷീണം എന്താണെന്ന് അറിയില്ല അല്ലേ? നമ്മളൊക്കെ പറയുന്ന വാക്കല്ലേ സുഹൃത്തേ? ആ ക്ഷീണത്തിന് പോലും റഹ്മാനായ റബ്ബ് കൂലി തരാൻ പോവുകയാണ്. ആ ക്ഷീണത്തിന് പോലും പടച്ച റബ്ബ് ഇട്ട ഓഹരി എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാപങ്ങൾ പുറത്തു തരാമെന്ന്. പക്ഷെ എന്ത് വേണം? ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദാ, അവനെ ബാധിക്കുന്ന ഒരു ദുഃഖം, ഒരു ടെൻഷൻ ഒരു വിശ്വാസിയെ ബാധിക്കുന്നുണ്ടോ, അതിലവൻ ക്ഷമിക്കാൻ അവൻ തയ്യാറാണോ? എത്രത്തോളം പറഞ്ഞു? ഒരു മുള്ളു കുത്തിയപ്പോൾ അവന്റെ കാലിലേറ്റ പോറലിന് പോലും റഹ്മാനായ റബ്ബ് ക്ഷമിക്കുന്നുവെങ്കിൽ അവന്റെ പാപങ്ങളെ പുറത്തു കൊടുക്കാൻ റെഡിയാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ, അവൻ ഈ പറയപ്പെട്ട എന്തൊന്ന് അനുഭവിക്കുന്നെങ്കിലും അത് മുഖേന അവന്റെ പാപങ്ങളെ റഹ്മാനായ റബ്ബ് പുറത്തു കൊടുക്കുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ക്ഷമിക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ക്ഷമിച്ചില്ലെങ്കിലും നമ്മൾ അനുഭവിക്കണം. നമ്മൾ ക്ഷമിച്ചില്ലെങ്കിലും നമ്മൾ അനുഭവിക്കണം. കുറെ പിരാഗി പറഞ്ഞത് കൊണ്ട് വന്ന മുസീബത്ത് മാറോ? ഒരിക്കലുമല്ല. പക്ഷേ ക്ഷമിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിലോ അതുകൊണ്ട് നമ്മുടെ ചെറുപാപങ്ങൾ റഹ്മാനായ റബ്ബ് പുറത്തു തരുമെന്നാണ്. നാലാമത്തെ കാര്യം, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുന്നവനിക്ക് റഹ്മാനായ റബ്ബ് അറിയാതെ വന്നുപോയ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്നാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി. അവൻ ഇങ്ങനെ പറയാണ്. സാധാരണ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരു ചെറിയ വാചകമാണ് കേട്ടിട്ടുള്ളത്. ഒരു പ്രത്യേക പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. എന്താ പ്രാർത്ഥന? ആരാണ് ഇങ്ങനെ പറഞ്ഞത്? എങ്ങനെ പറഞ്ഞത്? അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി. അല്ലേ? ഹയ്യും ഖയ്യൂമുമായ ആരാധനക്കർഹനായി മറ്റാരുമില്ലാത്ത അല്ലാഹുവേ, നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന് ആരാണോ പറഞ്ഞത്, ഗുഫിറ ലഹു വ ഇൻ കാന ഫറ മിന സഹ്,
അവൻ യുദ്ധമുഖത്ത് നിന്ന് പിന്തിരിഞ്ഞു ഓടിയ വലിയ പാതകം ചെയ്തവനെ മനുഷ്യനാണെങ്കിലും റഹ്മാനായ റബ്ബി പ്രാർത്ഥന കൊണ്ട് അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരാ, ആ പ്രാർത്ഥന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കേണ്ടത്. അഞ്ചാമതായി കൊണ്ട് പാപം പുറത്തു തരാൻ വേണ്ടി അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച മറ്റൊരു മാർഗമാണ് ബാങ്ക് വിളിക്കുക എന്നുള്ളത്. ബാങ്ക് വിളിക്കുന്നവനെ കാത്തിരിക്കുന്നത് അവന്റെ പാപങ്ങൾ പുറത്തു തരാമെന്ന വലിയ ഓഫറാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅദ്ദിനു യുഗ്ഫറു ലഹു മുദാ സൗതിഹി. അവന്റെ ശബ്ദം എത്തുന്ന എത്രത്തോളം ഗ്യാപ്പുണ്ടോ, എത്ര ദൂരത്തേക്ക് അവന്റെ ഒരു ബാങ്ക് വിളിക്കുന്ന ആളുടെ ശബ്ദം എത്തുന്നുവോ അത്രയും വലിയ പാപമോചനമാണ് അൽഹംദുലില്ലാഹ് മനുഷ്യനെ കാത്തിരിക്കുന്നത് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീണ്ടും പറഞ്ഞു, വഅജ്റുഹു മിസ്ല അജ്രി മൻ സല്ലാ മഅഹു. ബാങ്ക് വിളിച്ചവൻക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? അവന്റെ നിസ്കാരത്തിന്റെ മാത്രമല്ല, ആ ബാങ്ക് കേട്ട് അവിടെ എത്തിയ ആളുകളുടെ മുഴുവൻ നമസ്കാരത്തിന്റെയും കൂലി അവൻക്ക് കിട്ടുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ സഹോദര, ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടോ അത് നമ്മൾ മിസ്സാക്കരുത് എന്നതാണ് പറയുവാനുള്ളത്. ആറാമതായി കൊണ്ട് വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് ബാങ്ക് വിളി കേൾക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് പ്രവാചകൻ പറഞ്ഞു, മൻ ഖാല ഹീന യസ്മഉൽ മുഅദ്ദിന. ബാങ്ക് വിളിക്കുന്നത് കേൾക്കുമ്പോൾ ആരാണോ ഇങ്ങനെ പറഞ്ഞത്, എങ്ങനെ പറഞ്ഞത്? അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ല വ അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു റളീതു ബില്ലാഹി റബ്ബാ വ ബി മുഹമ്മദിൻ റസൂലാ വ ബിൽ ഇസ്ലാമി ദീനാ. ഇതൊക്കെ നമുക്ക് പരിചയമുള്ള പദങ്ങളാണ്. ഇതെല്ലാം നമുക്ക് പരിചയമുള്ള പദങ്ങളാണ്. ഈ പ്രാർത്ഥനകളൊക്കെ ഒരു പക്ഷെ നമ്മൾ പഠിച്ചവരുമായിരിക്കാം. സഹോദര, ബാങ്ക് വിളി കേൾക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അതിന്റെ ബാക്കി നമുക്ക് കാണാൻ കഴിയും. അവന്റെ പാപങ്ങളും റഹ്മാനായ റബ്ബ് പുറത്തു കൊടുക്കുമെന്നാണ്. കാരണം ചില്ലറ വാക്കുകളല്ല പ്രഖ്യാപിച്ചത്. പ്രാർത്ഥനയുടെ അർത്ഥ തലങ്ങളിലേക്ക് പോകാൻ ഏതായാലും നമുക്ക് സമയമില്ല. ഏഴാമത്തെ കാര്യം വുളൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ആരാണ് വുളൂ എടുക്കുന്നത്? മൻ തവല്ലഅ. പക്ഷേ അള്ളാന്റെ റസൂൽ വെറുതെ വുളൂ എടുത്ത് പോയതിനെ കുറിച്ച് അല്ല ടോളി പറഞ്ഞത്. അള്ളാന്റെ റസൂൽ പറയാ, മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂഅ. പ്രവാചകൻ വുളൂഇന്റെ പ്രതിഫലം പറയുന്നിടത്തൊക്കെ ബോധപൂർവ്വം ഉപയോഗിച്ചൊരു പദം എന്താണെന്നറിയോ? ഫഅഹ്സനൽ വുളൂഅ എന്നാണ്. വുളൂഇനെ നന്നാക്കിയത് എന്നാ. എങ്ങനെ വുളൂഇനെ നന്നാക്കുക? കുറെ വെള്ളം എടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാല് വുളൂ നന്നാകോ? അങ്ങനെയാണ് ചില ആളുകൾ വിചാരിച്ചത്. അതല്ല, വെള്ളം ചേരേണ്ടിടത്ത് വെള്ളം ചേർന്നിരിക്കണം. വെള്ളം ചേരേണ്ടിടത്ത് വെള്ളം ചേർന്നിരിക്കണം. അത് ഉറപ്പുവരുത്തണം. ഒരുപാട് ധൃതിയിൽ വളുവെടുത്ത് വെള്ളം ചേരേണ്ട കൈമുട്ടിന്റെ അവിടെ തൊലിയിൽ ചിലപ്പോൾ വെള്ളം ചേരാത്ത ആളുകളുണ്ടാവും, കാലിന്റെ കുതി നനയാത്ത ആളുകളുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. അതുണ്ടാകാൻ പാടില്ല. അത്ര ആളുകളെ കുറിച്ചല്ല പറഞ്ഞത്. മാന്യമായി സാവധാനത്തിൽ ഇബാദത്ത് ചെയ്യുന്ന ഒരു മൈൻഡോട് കൂടെ ആരാണ് വളുവെടുത്തത്? അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഖറജത് ഖതായാഉ മിൻ ജസദിഹി. അവന്റെ ശരീരത്തിൽ നിന്നും പാപങ്ങൾ പുറത്തു കടന്നുകൊണ്ടേയിരിക്കും. ഹത്താ തഖ്റുജ മിൻ തഹ്തി അൽഫാരിഹി. നഖത്തിന്റെ താഴ്ഭാഗത്തോടുകൂടെ അവസാനത്തെ തുള്ളിയും അവന്റെ ഒരു പാപത്തെ പോക്കിക്കളയുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. മറ്റൊരു ഹദീസിൽ സുദീർഘമായി കൊണ്ട് തന്നെ പറഞ്ഞു, കണ്ണിലേക്ക് വുളൂഇന്റെ വെള്ളമെത്തുമ്പോ കണ്ണുകൊണ്ടറിയാതെ കണ്ടുപോയ തിന്മകൾ അള്ളാഹു പുറത്തു തരുമെന്നാണ്. വായിലേക്ക് വെള്ളമെത്തുമ്പോൾ അറിയാതെ പറഞ്ഞുപോയ വാചകങ്ങളെ റഹ്മാനായ റബ്ബ് പുറത്തു തരുമെന്നാണ്. ഓരോ അവയവങ്ങളിലൂടെ ചെയ്തു പോയ പാപങ്ങൾ, അറിയാതെ വന്നു പോയ പാപങ്ങൾ റഹ്മാനായ റബ്ബ് പുറത്തു തരുമെന്നാണ്. എട്ടാമത്തെ പാപ പരിഹാര മാർഗം എന്ന് പറയുന്നത് നമസ്കാരം കഴിയുന്നത്ര ഭക്തിയോടുകൂടെ നിർവഹിക്കാൻ നാം ശ്രദ്ധിക്കുക എന്നതാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ ഇംരിഇൻ മുസ്ലിമിൻ തഹ്ദുറുഹു സ്വലാത്തു മക്തൂബ ഫയുഹ്സിനു വുളൂഅ. അവിടെയും പറഞ്ഞു, വുളൂ ആരാണോ നന്നായി കൊണ്ട് എടുത്തത്, എന്നിട്ടോ വഖുശൂഅഹാ വറുകൂഅഹാ, നമസ്കാരത്തിൽ വന്ന് നിൽക്കുമ്പോൾ അതിലെ ഭക്തി ഏറ്റവും നന്നാക്കിയവൻ, കഴിയുന്നത്ര ജാഗ്രതയോടുകൂടെ ഒരു ഓർമ്മയോടുകൂടെ നമസ്കാരത്തിലാണ് നിൽക്കുന്ന ബോധത്തോടുകൂടെ നമ്മുടെ ചിന്തകൾ മറ്റെവിടേക്കും പോകാൻ സമ്മതിക്കാതെ കഴിവിന്റെ പരമാവധി പിടിച്ചുന്നവർ ആരാണോ, ഇല്ലാ കാനത്ത് കഫാറതൻ ലിമാ ഖബ്ലഹാ മിനദ് ദുനൂബി. അത് നിർവഹിച്ചുകൊണ്ട് പോകുമ്പോൾ അതുവരെ അവന്റെ ജീവിതത്തിൽ വന്നുപോയ അറിയാതെ വന്ന പാപങ്ങൾക്കുള്ള പരിഹാരമാണത് എന്നാണ്. ആലോചിക്കുന്ന സുഹൃത്തുക്കൾ, അല്ലാഹ് നമുക്ക് സംവിധാനിച്ചെന്നൊരു സംവിധാനം. എത്ര വലിയ ഭാഗ്യവാന്മാരാണ് ഞാനും നിങ്ങളും. 5 വഖത്തും നമ്മൾ ഈ പണിയെടുക്കുകയാണ്. 5 വഖത്തും നമ്മൾ പണിയെടുക്കുകയാണ്. ജീവിതത്തിന്റെ തുടക്കം തന്നെ നിസ്കരിച്ചുകൊണ്ടാണ്. പള്ളിയിലേക്ക് വന്ന് നമ്മൾ നമസ്കരിക്കുകയാണ്. നമസ്കാരമൊക്കെ ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ സഹോദര, വലിയ നഷ്ടമാണ് നിന്റെ ജീവിതം. വലിയ നഷ്ടമാണ്, സംശയമില്ല.
ജമാഅത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചവൻ വലിയ ഭാഗ്യവാനാണ്. അൽഹംദുലില്ലാഹ്. റഹ്മാനായ റബ്ബ് നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരാ, ആ നമസ്കാരത്തിലേക്ക് കയറുന്നതിന് മുൻപ് നാം അറിയാതെ ചെയ്തു പോയ പാപങ്ങൾക്കുള്ള പരിഹാരം നേടിയിട്ടാണ് നമ്മൾ ഇറങ്ങി പോകുന്നതെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ വിശദീകരിക്കുകയാണ്. ഒമ്പതാമത്തെ കാര്യം, ഇമാമിന്റെ കൂടെ ആമീൻ പറയലാണ്. ഇദാ അമ്മനൽ ഇമാമു ഫഅമ്മിനു ഫഇന്നഹു മൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായികതി ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ ഇമാം ആമീൻ പറയുമ്പോൾ നിങ്ങളും ആമീൻ പറയണം. ചില ആളുകൾക്ക് മടിയാണ്. സഹോദരാ, വലിയൊരു പ്രതിഫലമാണ് അവിടെ നഷ്ടപ്പെടുന്നത്. ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മദീനത്തെ പള്ളി ആമീനിന്റെ പ്രകമ്പനം കൊണ്ട്, ആമീനിന്റെ ശബ്ദം കൊണ്ട് പ്രകമ്പനം കൊണ്ടിരുന്നു എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. പത്താമത്തെ കാര്യം, റുകൂഇൽ നിന്നും ഉയരുമ്പോൾ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് പറയുന്നവൻക്ക് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവന്റെ പാപങ്ങൾക്കുള്ള പരിഹാരം അതിലുണ്ട് എന്ന. 11ാമത്തെ കാര്യം, നമസ്കാരം കഴിഞ്ഞ് സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബറും 33 തവണ ചൊല്ലിയാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകാല പാപങ്ങളും പൊറുക്കപ്പെടും. വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, കടലിലെ നുരയോളം ചെറുപാപങ്ങൾ ഉണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പുറത്തു തരുമെന്നാണ്. പക്ഷേ അതൊക്കെ മനസ്സ് തട്ടി ചൊല്ലേണ്ട രൂപത്തിലാണോ, ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണോ നമ്മൾ നിർവഹിക്കുന്നത് എന്ന് സഹോദരങ്ങളെ ആത്മാർത്ഥമായി കൊണ്ട് ചിന്തിക്കണമെന്നതാണ് സൂചിപ്പിക്കുവാനുള്ളത്. അതേപോലെ തന്നെ 12ാമതായി കൊണ്ട് പറഞ്ഞു, വുളൂവോടുകൂടെ ഉറങ്ങാൻ നമുക്ക് കഴിയണം. പല ആളുകൾ നേരെ പോയിട്ട് കിടക്കലാണ്, മൊബൈലും കളിച്ച് അങ്ങനെയാണ് കിടന്നുറങ്ങലാണ്. അല്ല, ഉറക്കത്തിലേക്ക് നാം വഴുതി വീഴുന്നത് വുളൂവോട് കൂടെ ആയിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബാത ത്വാഹിറൻ ബാത ഫീ ശിആരിഹി മലകുൻ. ആരാണോ ശുദ്ധിയോടുകൂടെ കിടന്നുറങ്ങിയത്, അവന്റെ വിരിപ്പിൽ അവന്റെ കൂടെ ഒരു മലക്കുമുണ്ട് എന്ന. ഫലം യസ്തൈഖിൽ ഇല്ലാ ഖാലൽ മലകു, അവൻ എണീക്കുകയില്ല മലക്ക് ഇങ്ങനെ പറഞ്ഞിട്ടല്ലാതെ. എങ്ങനെ പറഞ്ഞിട്ടല്ലാതെ? അല്ലാഹുമ്മ യഗ്ഫിർ ലി അബ്ദിക ഫുലാൻ, അല്ലാഹുവേ ഇന്നാലിന്റെ മനുഷ്യർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് നമുക്ക് വേണ്ടി കൊണ്ട് മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നഹു ബാത ത്വാഹിറ, കാരണം ആ മനുഷ്യൻ രാത്രി കഴിച്ചു കൂട്ടിയത് ശുദ്ധിയോടുകൂടെയാണ് എന്ന. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 13ാമതായി കൊണ്ട് പറഞ്ഞു, ഭക്ഷണം കഴിച്ചാൽ സഹോദര അൽഹംദുലില്ലാഹ് പറയുക എന്ന ഒരു സ്വല്പം സുന്ദരമായ പ്രാർത്ഥന. പലപ്പോഴും നമ്മൾ മിമ്പറിൽ പരിചയപ്പെടുത്തിയ പ്രാർത്ഥനയാണല്ലോ, അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ. പടച്ചോനെ, എന്റെ യാതൊരുവിധ കഴിവും ശക്തിയും ഒന്നുമില്ലാതെ ഈ ഭക്ഷണം എനിക്ക് നൽകിയ റബ്ബേ, നിനക്കാകുന്ന സർവ്വസ്തുതിയും എന്നൊരു പ്രാർത്ഥന ആരാണോ പ്രാർത്ഥിക്കുന്നത്, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകാല പാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന. 14ാമതായി കൊണ്ട് പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസത്തെ മര്യാദകൾ പാലിച്ച് ഖുതുബ ശ്രദ്ധിച്ചു കേൾക്കുന്ന ആളുകളുടെയും ആ വരവിന്റെയും വിരുദ്ധം കൊണ്ട് അവന്റെ മുൻകാല പാപങ്ങൾ റഹ്മാനായ റബ്ബ് പുറത്തു കൊടുക്കുമെന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. 15ാമതായി കൊണ്ട് സഹോദര, പരസ്പരം കണ്ടുമുട്ടുമ്പോൾ സലാം പറയുമ്പോൾ ഹസ്തദാനം കൊടുക്കുന്ന മനുഷ്യനാണ്. പ്രവാചകൻ പറഞ്ഞു, മാ മിൻ മുസ്ലിമൈനി യൽതഖിയാനി ഫയതസാഫഹാനി ഇല്ലാ ഗുഫിറ ലഹുമാ ഖബല അൻ യഫ്തരിക. അവർ അങ്ങോട്ട് പിരിഞ്ഞു പോകുന്നതിന് മുൻപായി കൊണ്ട് തന്നെ അവന്റെ പാപങ്ങൾ റഹ്മാനായ റബ്ബ് പുറത്തു കൊടുത്തു എന്നാണ്. 16ാമതായി കൊണ്ട് അല്ലാഹുവിനെ സ്മരിക്കുന്ന ഒരു സദസ്സ് കിട്ടിയാൽ സഹോദര ഉപേക്ഷ വരുത്തരുത്. അവിടെ പോയി ഇരുന്നെണീറ്റ് പോകുമ്പോ അല്ലാഹനെ കുറിച്ച് രണ്ടക്ഷരം കേട്ടവൻ അവൻ തിരിച്ചു പോകുമ്പോ, പ്രവാചകനെ കുറിച്ച് അവൻ കേട്ടവൻ തിരിച്ചു പോകുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ പറയുമെന്ന, ഇല്ലാ നാദാഹും മുനാദിൻ മിനസ് സമാ, ആകാശ ലോകത്തിൽ നിന്നും ദീനി സദസ്സ് വിട്ടുപോകുന്ന മനുഷ്യനോട് വിളിച്ചു പറയുമെന്ന, അൻകൂമു മഗ്ഫൂറൻ ലക്കും, നിങ്ങൾക്കെല്ലാം പുറത്തു തരപ്പെട്ട രൂപത്തിൽ ഇനി നിങ്ങൾ എണീറ്റ് പോയിക്കോ എന്ന. ഖദ് ബദ്ദലത് സയ്യിആതികും ഹസനാത്, നിങ്ങളുടെ നന്മകളൊക്കെ നിങ്ങളുടെ തിന്മകളൊക്കെ നന്മകളാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് എന്ന. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനി സദസ്സ് നമ്മൾ ഒരിക്കലും കൈയൊടിക്കരുത് എന്നാണ് അതാണ് സൂചിപ്പിക്കുവാനുള്ളത്. 17ാമത്തെ കാര്യം, വഴിയിലെ തടസ്സങ്ങൾ നീക്കുക എന്നതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരാണോ ആ ഒരു വഴിയിലുള്ള ഒരു മാലിന്യമാകട്ടെ, തടസ്സമാകട്ടെ, എന്തോ ആകട്ടെ, അതൊരു ഒരു ചെറിയൊരു മുള്ളാകാം, ചെറിയൊരു പഴത്തിന്റെ തൊലിയാകാം, ഒരു കൊമ്പ് ഒടിഞ്ഞു വീണതായിരിക്കാം. നമ്മൾ അങ്ങോട്ട് വണ്ടിയെടുത്ത് പോയി ബാക്കിൽ വരുന്ന ഒരാൾക്ക് അത് അറിയാതെ വന്നാൽ എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന് കരുതി നമ്മളുടെ സമയത്ത് 2 മിനിറ്റ് മാറ്റിവെച്ച് അത് നമ്മൾ എടുത്തു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് മുഖേന അവന്റെ ജീവിതത്തിൽ വന്നു പോയ പാപങ്ങൾക്കുള്ള പരിഹാരമാണെന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 18ാമതായി കൊണ്ട് സഹോദര, നരബാധിക്കുന്നത്.
നരബാധിക്കുന്നത് ഡൈ അടിച്ച് കറുപ്പാക്കി ഉഷാറായി നടക്കാനുള്ളതല്ല, അതവിടെ ഉണ്ടായിക്കോട്ടെ എന്ന. മാക്സിമം പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറുപ്പല്ലാത്ത മറ്റു ആ ഒരു നിറത്തിലേക്ക് അതിനെ മാറ്റാൻ പറ്റും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മാ മിൻ മുസ്ലിമിൻ യശീബു ശൈബതൻ ഫിൽ ഇസ്ലാം ഇല്ലാ കതബല്ലാഹു ബിഹാ ഹസന. എത്ര മുടിയാണ് നരച്ചിട്ടുള്ളത് അത്ര തോതിൽ അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കൊടുക്കുമെന്ന 19ാമതായി കൊണ്ട് പറഞ്ഞു. ഒരു പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിച്ചു. നമുക്കറിയാവുന്ന കാര്യം 3-4 ഖുതുബകൾ നമ്മൾ എടുത്തെടുത്തു പറഞ്ഞ 4 ഖുതുബിന്റെ ആകത്തുകയിൽ വരുന്ന പ്രാർത്ഥന അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ആരാണോ ചൊല്ലുന്നത്, അല്ലാഹുവിന്റെ റസൂൽ ഒരു മരത്തെ, ഉണങ്ങിയ ഒരു മരത്തെ പിടിച്ചിട്ട് അതിലെ ഒന്ന് തട്ടിയപ്പോഴേക്കും ആ ഇലകളെല്ലാം താഴത്തേക്ക് വീണിയ രംഗം കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ആരാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ഇന്നൽ ഹംദലില്ലാഹ് വസുബ്ഹാനല്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ ലതുസാഖിത് മിൻ ദുനൂബിൽ അബ്ദി കമാ തുസാഖിതു വറഖു ഹാദിഹി ശജറ. ഈ മരത്തിന്റെ ഇലകളെ പിടിച്ചു കുലുക്കിയപ്പോൾ പൊഴിച്ചു കളഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അറിയാതെ വന്ന് കൂടിയ പാപങ്ങളെ അല്ലാഹു അക്ബർ എന്ന വാചകം, സുബ്ഹാനല്ലാഹ് എന്ന വാചകം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാചകങ്ങളൊക്കെ, അൽഹംദുലില്ലാഹ് എന്ന വാചകങ്ങളൊക്കെ അത് പുറത്ത് കളയുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒഴിവ് കിട്ടുമ്പോൾ ഒരു മുതൽ മുടക്കുമില്ലാതെ ചെറിയൊരു ശ്രദ്ധ കൊണ്ട് ഈ പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നതോടുകൂടെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്ന് ചേർന്നിട്ടുള്ള നാളെ പരലോകത്തിന് വിചാരണക്കെടുക്കുമ്പോൾ നമ്മളെ തളച്ചിടുന്ന, നമ്മൾ ഒരു പക്ഷേ നരകാവകാശിയാക്കാൻ മാത്രം ഭീമാകാരമായ ആ തിന്മകളെ ഇല്ലായ്മ ചെയ്യുവാനുള്ള അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുക. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ വന്ന് ചേരുന്ന നാം പോലും അറിയാതെ നമ്മളെ നരകാവകാശിയാക്കാൻ മാത്രം പര്യാപ്തമായ ചെറുപാപങ്ങളെ എങ്ങനെയെല്ലാം ഒഴിവാക്കാമെന്നാണ് സൂചിപ്പിച്ചത്. ഈ പറയപ്പെട്ട ആനുകൂല്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അതേതാ? നിങ്ങളുടെ ജീവിതത്തിൽ വൻ പാപങ്ങൾ ഉണ്ടാകരുത്. വൻ പാപങ്ങൾ നിങ്ങൾ ബോധപൂർവം ചെയ്യരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു. നിങ്ങൾക്ക് വിരോധിക്കപ്പെട്ട വലിയ പാപങ്ങളെ നിങ്ങൾ ഒഴിവാക്കുന്ന പക്ഷം നുകഫിറു അൻകും സയ്യിആതികും, നിങ്ങളുടെ പാപങ്ങളെ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാം. വനുദ്ഖിലുഹു മുദ്ഖലൻ കരീമ, ഏറ്റവും മാന്യമായ ഒരു സങ്കേതമാകുന്ന സ്വർഗ്ഗത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനം നൽകാമെന്ന്. പക്ഷെ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടീഷൻ വെച്ചു, ബോധപൂർവം വൻ പാപങ്ങൾ നിങ്ങൾ ചെയ്യരുത്. വൻ പാപങ്ങൾ നിങ്ങൾ ചെയ്യരുത്. അല്ലാഹുവിന്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും വിശദീകരിച്ചു, അസ്സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നമസ്കാരങ്ങൾ, വൽ ജുമുഅതു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ മറ്റു ജുമുഅ വരെ, വറമളാൻ ഇലാ റമളാൻ, ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെയുള്ള എല്ലാ പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. ഒരു ജുമുഅ മറ്റൊരു ജുമുഅന്റെ ഇടയിൽ നടന്ന എല്ലാറ്റിനുള്ള പരിഹാരമാണ് എന്നാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് നിർത്തൽ ചെയ്ത് എന്താ പറഞ്ഞറിയോ? ഇത് ജിത്തനബൽ കബായിർ, ആ മനുഷ്യൻ വലിയ പാപങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലാണ് ഈ ഓഫർ ലഭിക്കുക എന്ന്. അപ്പൊ സ്വാഭാവികമായി കൊണ്ടൊരു ചോദ്യം, എന്താണ് വൻ പാപം? അതൊരാളെ കൊല്ലൽ മാത്രമാണോ? വ്യഭിചാരം മാത്രമാണോ? പലിശ മാത്രമാണോ? മഹാനായ ഇമാം സഈദ് റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിനെ വിശദീകരിക്കുമ്പോൾ സുന്ദരമായ ഒരു മാനദണ്ഡം നമ്മൾ പഠിപ്പിച്ചു. ആ മാനദണ്ഡം ഓർത്തു വെക്കുക. ആ മാനദണ്ഡത്തിൽ നമുക്ക് അളക്കാൻ കഴിയും, ഞാൻ ഇപ്പോൾ ചെയ്ത് വൻ പാപമാണോ? വൻ പാപമാണെങ്കിൽ ഉടനെ തൗബ വേണം, ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കണം. ബോധപൂർവമായി കൊണ്ട് ചെയ്തു വെച്ച പാപത്തെ എടുത്തു പറഞ്ഞ് തൗബ ചെയ്യിപ്പിക്കണം. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇന്നൽ കബീറത മാ ഫീഹി ഹദ്ദുൻ ഫി ദുനിയ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്, ഇസ്ലാമിലെ ശിക്ഷാ നടപടികൾ വെച്ചിട്ടുള്ളത്, അത് വൻ പാപങ്ങളാണ്. ഒരു മാനദണ്ഡമാണ്. ഔ വഈദുൻ ഫിൽ ആഖിറ, അല്ലെങ്കിൽ പരലോകത്ത് ശക്തമായ താക്കീത്, എന്ത് ചെയ്താലാണോ അല്ലാഹ് പറഞ്ഞിട്ടുള്ളത് ആ പ്രവർത്തനം വൻ പാപമാണ്. വീണ്ടും പറഞ്ഞു, ഔ നഫ്യു ഈമാൻ, തന്റെ ഈമാനിനെ നിഷേധിക്കുന്ന, ഈമാനെ തകർത്ത് കളയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും വൻ പാപമാണ്. ഔ തർതീബു ലഅന, അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനാണ് അല്ലാഹുവിന്റെ ശാപമുണ്ട് എന്ന് പടച്ചറബ് പറഞ്ഞിട്ടുള്ളത്, അതും വൻ പാപമാണ്. ഔ ഗളിബ അലൈഹി, അല്ലെ ഇങ്ങനെ ചെയ്താൽ അള്ളാഹ്ക്ക് പ്രത്യേകം ദേഷ്യമാണ് എന്നൊക്കെ പ്രത്യേകം എടുത്തു പറയപ്പെട്ട കർമ്മങ്ങളെല്ലാം, ചെയ്തികളെല്ലാം വൻ പാപങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പറയപ്പെട്ട കാര്യങ്ങൾ ഒന്നുപോലും എന്റെ ജീവിതത്തിലേക്ക് വരുന്നില്ല. അള്ളാഹു വാഗ്ദാനം ചെയ്ത നരകം ഓഫർ ചെയ്യപ്പെട്ട കർമ്മങ്ങൾ ഞാൻ ബോധപൂർവം ചെയ്യുന്നില്ല.
അള്ളാഹു ശപിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ല എന്ന് കൃത്യമായി കൊണ്ട് ഓർമ്മയുണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് നേരത്തെ പറഞ്ഞ കർമ്മങ്ങൾ കൂടെ ഒന്ന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടെ പാപങ്ങൾ ഏതുമില്ലാത്ത അവസ്ഥയിൽ മഹ്ശറ വൻസബയിലേക്ക് അവന്റെ മുമ്പിലേക്ക് വിചാരണക്കായിക്കൊണ്ട് നമുക്ക് പോകാൻ കഴിയും. റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.